കണ്ണ അഭി വളരെ ആവേശത്തോടെയുള്ള തുടങ്ങുമ്പോൾ ഒരുമിച്ച്, പക്ഷേ പിന്നെ മിന്നും വേഗത്തിലാണ് ഒരു പള്ളിയോടം. ആരാണ് ഇത്ര കുതിപ്പോടുകൂടി കയറിപ്പോകുന്നത്? നല്ല രസത്തിലാണ് അവർ തുഴയെറിയുന്നത്. അതേതാണ് പള്ളിയോടം, പറയൂ. ഏബാച്ച് പള്ളിയോടങ്ങളുടെ രണ്ടാം ഹിറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. കളത്തിലുള്ളത് കോയിപ്പുറവും അതോടൊപ്പം തന്നെ കിഴക്കനോതര കുന്നേക്കാടും വരയന്നൂർ പള്ളിയോടം കുതിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഹിറ്റ്സ് മത്സരത്തിൽ ഇടിയാറന്മുള കിഴക്കാണ് മറ്റ് രണ്ട് പള്ളിയോടങ്ങളെയും വലിയ ദൂരത്തിൽ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാമത് എത്തിച്ചേർന്നത്. പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും ഏറെ പിന്നിലായി പോയി. രണ്ടാം ഹിറ്റ്സ് മത്സരം കോയിപ്പുറവും കിഴക്കനോതരയും കുന്നേകാടും വരയന്നൂരും തമ്മിലാണ്. അതായത് ഒരു 2 മിനിറ്റ് സമയത്തിനുള്ളിൽ അവർക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കണ്ണൻ, കോയിപ്പുറവും കിഴക്കനോതര കുന്നേക്കാടും വരയന്നൂരും ഒക്കെ ഏറെ ചരിത്രമുള്ള പള്ളിയോടങ്ങളാണല്ലോ. തീർച്ചയായും നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പള്ളിയോടങ്ങൾ, 3 പള്ളിയോടങ്ങൾ, ഒരേ രീതിയിലുള്ള പള്ളിയോടങ്ങൾ, ചരിത്രമുള്ള പള്ളിയോടങ്ങൾ ഇങ്ങനെ ആചാരപ്പെരുമയോടുകൂടി മത്സരിച്ചു വരുന്ന ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു. ഒന്നാം ട്രാക്കിലുള്ള കോയിപ്പുറം അല്പം മുന്നിലാണ് എന്ന് നമുക്ക് തോന്നുന്നു. കോയിപ്പുറം എന്ന് പറഞ്ഞാൽ ഏത് വള്ളമാണെന്ന് അറിയാം, പഴയ പാരമ്പര്യമുള്ള വള്ളമാണ്. 522 നമ്പർ 569 നമ്പർ NSS കരയോഗത്തിന്റെ വള്ളമാണ്. മലയാള മാസം മലയാളം ആണ്ട് 1102 പുറത്തിറങ്ങിയ വള്ളമാണ്. ഒറ്റ മണിക്കാൽ ഉള്ള പള്ളിയോടമാണ്. അന്നേരം അത് വളരെ പഴക്കമുള്ള, രാജാവിന്റെ കാലത്തൊക്കെ ഉള്ള അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെയൊക്കെ കാലത്തുള്ള ഒരു വള്ളമാണ്. അന്ന് മുതൽ ഉള്ള വള്ളം ആ പാരമ്പര്യം കെടാതെ കൈവിടാതെ ഇങ്ങനെ ആദ്യത്തെ പള്ളിയോട് അവര് ജയിക്കാനായി തന്നെ തുഴയുന്നുണ്ട്. പക്ഷെ പിന്നാലെ വരുന്നവർ വളരെ ആലസ്യത്തിലാണല്ലോ. എന്താണ് കാരണം? അവർക്ക് അങ്ങനെ മത്സരിക്കാൻ വലിയ താല്പര്യമില്ലാത്തതാണോ? വളരെ നല്ല ഒരു കാലാവസ്ഥ താല്പര്യമില്ലാത്തതല്ല വിഷയം. ഇതൊരു സ്പിരിറ്റാണ്. എന്തായാലും തിരുവാറന്മുളയപ്പന് മുന്നിൽ വന്ന് തങ്ങളുടെ കൈക്കരുത്ത്, കരയുടെ കരുത്ത് കാണിട്ട് പോകും. അത് കൈക്കരുത്തുള്ളവർ പെട്ടെന്ന് ചിലപ്പോൾ തുഴഞ്ഞു മുന്നേറും. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞങ്ങൾ മത്സരിക്കാൻ വന്നവരാണ്. ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും. വിജയിക്കോ പരാജയപ്പെടുമെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ രണ്ടാം ട്രാക്കിൽ വരുന്ന വള്ളം കിഴക്കനോതരയിൽ നിന്നുള്ള വള്ളമാണ്. 1568 നമ്പർ NSS കരയോഗത്തിന്റെ വള്ളമാണ്. 2011 പുതുക്കി പറഞ്ഞ വള്ളമാണ്. എന്തൊരു വരവാണ്! വള്ളപ്പാടുകൾ പിന്നിലാക്കി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു തുടക്കത്തിലെങ്കിൽ വള്ളപ്പാടുകൾ പിന്നിലാക്കി രണ്ടാം ട്രാക്കിലുള്ള വള്ളം കിഴക്കനോതര കുന്നേക്കാട് വളരെ വാശിയോടുകൂടി വരുന്ന ഒരു കാഴ്ച. വള്ളപ്പാടുകൾ പിന്നിലാക്കി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. മറ്റ് 2 വള്ളങ്ങളുമുണ്ട്. അവർക്കൊന്നും പിടിക്കാനാവുന്നില്ല, അവർക്കൊന്നും പിടിച്ചു നിൽക്കാനാവുന്നില്ല. അവരുടെ കൈക്കരുത്തിനും തുഴക്കരുത്തിനും കിഴക്കനോതരയ്ക്ക് ബാക്കിയാക്കാൻ സാധിക്കുന്നില്ല. വളരെ വാശിയോടുകൂടി തൊഴിൽ വരികയാണ്. 2, 3, 4 വള്ളപ്പാട് മുന്നിലാണ്. വള്ളപ്പാടുകൾ മുന്നിലാക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അതേ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ നിങ്ങളിത് കാണുകയാണ്. വള്ളപ്പാടുകൾ പിന്നിലാക്കിക്കൊണ്ട്, എതിരാളികളെ വള്ളപ്പാടുകൾ പിന്നിലാക്കിക്കൊണ്ട് ആ വള്ളം വരുന്നത് കോയിപ്പുറമെ ഒന്ന് തുഴഞ്ഞു പോവാ, അല്ലെങ്കിൽ വരയന്നൂരെ ഒന്ന് തുഴഞ്ഞു പോവാന്ന് എന്നൊക്കെ അവിടുത്തെ ആൾക്കാർ, അവരുടെ ആരാധകരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കടന്നുവരവുണ്ടല്ലോ, ഈ ഒരു കുതിച്ചുവരവുണ്ടല്ലോ, 21 നമ്പർ കോയിപ്പുറമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. വള്ളപ്പാടുകൾ പിന്നിലാക്കിക്കൊണ്ട് കോയിപ്പുറം, ഒരു സംശയം വേണ്ട, ഫൈനലിലേക്ക് കോയിപ്പുറം എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രയ്ക്ക് വാശിയോടുകൂടി തുഴയെറിഞ്ഞ് ആ വള്ളപ്പാടുകൾ പിന്നിലാക്കി 2 വള്ളങ്ങളെയും, അതായത് കിഴക്കനോതരയും വരയന്നൂരിനെയും വള്ളപ്പാടുകൾ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. അതേ അവർ ഫിനിഷിംഗ് പോയിന്റ് തൊട്ടിരിക്കുന്നു. തിരുവാറന്മുളയപ്പന്റെ ട്രോഫിക്ക് വേണ്ടിയുള്ള, മന്നൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിലേക്ക് അവർ യോഗ്യത നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും തിരുവാറന്മുളയപ്പന് മുന്നിൽ തുഴയാൻ വന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ തുഴഞ്ഞേ പോകൂ എന്ന് പറഞ്ഞ് കിഴക്കനോതരയും വരയന്നൂറും വളരെ വാശിയോടുകൂടി തുഴയുന്നുണ്ട്. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിൽ വരയന്നൂറാണ് അല്പം മുന്നിൽ, ഒരു 1-1.5 വള്ളപ്പാടുകൾ മുന്നിൽ. എങ്കിലും കിഴക്കനോതര കുന്നേക്കാട് തുഴഞ്ഞു മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. എന്ത് എടുത്തു പറയേണ്ടത്, വളരെ ആവേശത്തോടു കൂടി തുഴഞ്ഞു വന്ന ആ കോയിപ്പുറം എന്ന് പറയുന്ന അപ്പർ കുട്ടനാട്ടിലെ ആ ഗ്രാമത്തിന്റെ, ആ കരക്കാരുടെ ഒരു ആവേശം തന്നെയാണ്. എങ്കിലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവർ കയറി കഴിഞ്ഞതോടുകൂടി മറ്റു 2 വള്ളങ്ങളുടെയും വാശി അല്പം കുറഞ്ഞിട്ടുണ്ട്, തുഴ അല്പം അയച്ചിട്ടുണ്ട്, തുഴ അല്പം വേഗത കുറച്ചിട്ടുണ്ട്. അത് എന്ത് തന്നെയായാലും ഞങ്ങൾ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. പക്ഷേ ഇനി ഞങ്ങൾക്ക് ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു തുഴച്ചിൽ തിരുവാറന്മുളയപ്പന് മുന്നിൽ കൂടി അവരുടെ ഒരു കരയുടെ കരുത്ത് കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമായിരുന്നു 2ാം ഹീറ്റ്സിൽ നടന്നത്. 3ാം ഹീറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇടശ്ശേരി മല കിഴക്ക്, കുറിയന്നൂർ, മുഴുക്കീർ, ഈ 3 വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇടയാറന്മുള കിഴക്ക് എന്ന് പറയുമ്പോൾ ചെങ്ങങ്കരി വേണുആചാരി പണിഞ്ഞ് 2004 നീറ്റിലിറക്കിയ വള്ളമാണ്. ആ വള്ളം പാർത്ഥസാരഥി പള്ളിയോട സമിതിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ, ഇടശ്ശേരി മല കിഴക്കിനെ കുറിച്ച് പറയുമ്പോൾ, ആറന്മുള കണ്ണാടി, ലോകപ്രശസ്തമായ നമ്മുടെ ആറന്മുള എന്ന് പറയുന്ന നാടിനെ ലോകപ്രശസ്തിയിലേക്ക് എത്തിച്ച ആ ആറന്മുള അടുത്ത ഹിറ്റ്സ് ആരംഭിച്ചു തോന്നുന്നു. ജയലക്ഷ്മിയിലേക്ക് ഒന്ന് പോകാൻ. ജയലക്ഷ്മി, അടുത്ത ഹിറ്റ്സ് തുടങ്ങിയോ?
തുടങ്ങി ദിവീഷ്. അടുത്ത പള്ളിയോടങ്ങൾ വരികയാണ്. 3 പള്ളിയോടങ്ങളുണ്ട് ഇപ്പോൾ നീറ്റിൽ. ഇവരും ഒട്ടും ആവേശം കുറയാതെ തന്നെയാണ് തുഴയെറിയുന്നത്. ഒട്ടും തന്നെ ആവേശം ചോരുന്നില്ല. അതാ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ് ഒരു പള്ളിയോടം. ആ പേര് നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പോൾ എന്തായാലും ആവേശം ഒട്ടും ചോരാതെയാണ് ഈ പള്ളിയോടങ്ങൾ ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് ദിവീഷ്. ഇപ്പോൾ നിലവിൽ മുന്നിൽ നിൽക്കുന്നത് ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടമാണ്. ഇപ്പോൾ മുന്നേറിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു പള്ളിയോടം കൂടിയുണ്ട്. ആ പള്ളിയോടം മറ്റാരുമല്ല, അത് കുര്യന്നൂർ പള്ളിയോടമാണ്. തൊട്ടു പിന്നാലെ തന്നെ ഇടശ്ശേരി മലക്കാർക്ക് പിന്നാലെ പോകുന്നത്. അതിനുശേഷം മേക്കുഴൂർ പള്ളിയോടമാണ്. ഇപ്പോൾ ഈ 3 പള്ളിയോടങ്ങളാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇനിയും അണിനിരന്ന് നിൽക്കുന്നുണ്ട് പള്ളിയോടങ്ങൾ. അപ്പോൾ ഒട്ടും തന്നെ ആവേശം ചോരാതെ അവർ തുഴയെറിയുകയാണ്. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഫൈനലിലേക്ക് എത്താൻ. അപ്പോൾ ഈ ഒരു ആവേശം, ഈ ഒരു ഓളം അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ദിവീഷ്. ഈ ആളുകൾക്ക് ഒട്ടും തന്നെ ആ ഒരു ആരവം, ആ ഒരു വീര്യം ചോർന്നു പോകുന്നില്ല. എല്ലാവരും ഒരേ മനസ്സോടെ തന്നെ ഈ പള്ളിയോടങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് ദിവീഷ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിതാ ഇപ്പോഴും പിന്നിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നിരവധി പള്ളിയോടങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 3 പള്ളിയോടങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദിവീഷ്.